പി മുഹമ്മദ് ഷമാസിലേക്കാണ് എത്തുന്നത്. മുഹമ്മദ് ഷമാസ്, KSU ഒപ്പം സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം ഉൾപ്പെടെ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ ഈ ദിവസങ്ങളൊക്കെ വലിയ രീതിയിൽ ആഞ്ഞടിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ പോലും തെറ്റാണ് എന്ന് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വൈസ് ചാൻസലർക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ റിപ്പോർട്ടിനെ തള്ളി എന്ന് പറയുമ്പോഴും വൈസ് ചാൻസലർ നിയോഗിച്ച ഒരു സമിതിയുടെ റിപ്പോർട്ടാണത്. ഈ റിപ്പോർട്ടിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? വൈസ് ചാൻസലർ നിയോഗിച്ചാലും ഇനി പറഞ്ഞ ചാൻസലർ തന്നെ നേരിട്ട് നിയോഗിച്ചാലും ഈ നിയോഗിക്കുന്ന ആളുകളുടെ ഒരു പശ്ചാത്തലവും അവരുടെ ഒരു സാഹചര്യവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള ഒരു റിപ്പോർട്ടും ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എന്താണെന്ന് സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിനും വിദ്യാർത്ഥി സമൂഹത്തിനും നല്ല ബോധ്യമുണ്ട്. അത് തന്നെയാണ് ഈ പറഞ്ഞ SFI ഉൾപ്പെടെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ, ഈ പറഞ്ഞ SFIക്കാരുടെ ഭാഷയിൽ പറയുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളെന്നും മാധ്യമമുറികളിലെന്നും ഈ പറഞ്ഞ കൃത്യമായ അജണ്ടയും ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞു തള്ളുമെങ്കിലും വളരെ കൃത്യമായ രീതിയിലുള്ള ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ആ ചർച്ചകൾക്ക് ആക്കം പകരുന്ന വിഷയങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ SFI അങ്ങ് വെള്ളപൂശി കളയാമെന്നുള്ള ഒരു അജണ്ടയാണല്ലോ പൊതുവിൽ നടക്കുന്നത്. ഒരു തെറ്റും അവിടെ സംഭവിച്ചിട്ടില്ല. കാര്യവട്ടം ക്യാമ്പസിൽ അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞതിൽ അങ്ങനെ ഒരു ഇടിമുറി ഇല്ല. ആ ഇടിമുറി എന്ന് പറയുന്നത് 121 നമ്പർ മുറി അങ്ങനൊരു കേന്ദ്രമേ അല്ല എന്നൊക്കെയാണല്ലോ വ്യാഖ്യാനിക്കപ്പെടുന്നത്. താങ്കൾ തന്നെ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ 121 നമ്പർ മുറി പൂട്ടിയിട്ട് അതിൻ്റെ ഏതാണ്ട് അന്തർ സംസ്ഥാനത്ത് എവിടെയോ ആണ് അങ്ങനെ ഒരു മുറി പൂട്ടി ഭദ്രമായി അവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിനകത്ത് അങ്ങനെ ഒരു ഇടിമുറി ഇല്ല എന്ന നിലപാടിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്? വാക്കാണ് ഞാൻ അല്ലെന്നേ ഞങ്ങളുടെ സഹപ്രവർത്തകനെ പറഞ്ഞു തരാം. ഞങ്ങളുടെ സഹപ്രവർത്തകനായ സാൻജോസിനെ ആ മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അത് ഇടിമുറിയായി മാറുന്നത്. അങ്ങനെയാണല്ലോ അതിന് സാഹചര്യം ഉണ്ടാകുന്നത്. ഇടിമുറി എന്നൊരു മുറിയില്ല. അത് 121 നമ്പർ മുറി ഒരു റിസർച്ച് സ്കോളറിന് ഔദ്യോഗികമായി അനുവദിച്ച് കൊടുത്തിട്ടുള്ള മുറിയാണ്. ആ റിസർച്ച് സ്കോളർ ഗവേഷണാർത്ഥം ആയിരിക്കാം അയാൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടാകുക. അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇനി അന്വേഷിക്കണമെങ്കിൽ അതും അന്വേഷിച്ചോളുക. സാൻജോസ് എന്ന് പറയുന്ന നേതാവ് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന വീഡിയോ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിനകം. ആ സാൻജോസ് ആരോഗ്യവാനായി ക്യാമ്പസിലൂടെ പോകുന്നതിൻ്റെയും ഈ പോലീസുകാർക്കൊപ്പം പോകുന്നതിൻ്റെയും ഒക്കെ വീഡിയോ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സാൻജോസിനൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയാണ് ആ ക്യാമ്പസുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥി എന്ന് അന്നേ SFI പറയുന്ന കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ടിലുമുള്ളത്. വൈസ് ചാൻസലർ നിയോഗിച്ച സമിതി കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ രാജ്യത്ത് നിയമപരമായി ഇത്തരം ഘട്ടങ്ങളിൽ നടക്കേണ്ടത്? അല്ലെന്നേ, ഇവിടെ അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലം പറഞ്ഞല്ലോ. ഈ പറഞ്ഞ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, ആ ഉദ്യോഗസ്ഥന്മാർ, ഈ പറഞ്ഞ 3 അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ പശ്ചാത്തലം, കേരള യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, കൃത്യമായ ഇടതുപക്ഷത്തിന്റെയും SFIയുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ, അവർ SFIയെ വെള്ളപൂശുന്ന റിപ്പോർട്ട് സമർപ്പിച്ചത് നടപ്പിലാക്കേണ്ടതെങ്കിൽ അതെങ്ങനെ സാധിക്കും നമ്മുടെ രാജ്യത്ത്? ഈ പറയുന്ന വൈസ് ചാൻസലർ അല്ലേ അതിനകത്ത് നടപടി എടുക്കേണ്ടത്, നിലപാടെടുക്കേണ്ടത്? SFIക്ക് വേണ്ടി അല്ലെന്നേ, അല്ല, വൈസ് ചാൻസലർക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ക്യാമ്പസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെയാണല്ലോ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ തോന്നിവാസത്തിനും കൂട്ടി ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടാന്നേ ഈ സാൻജോസിന് അക്രമമേറ്റത്. ഇവരുടെയൊക്കെ പേരിന്റെ പേരിലാണ് ഈ സാൻജോസിനെ ആക്രമിക്കുന്നതിനിടയിൽ ഈ പറഞ്ഞ ആക്രമിച്ച ആളുകൾ, ഈ പാനലിൽ ഉൾപ്പെടെ ഇരിക്കുന്ന ആളുകളെല്ലാം
പറയുന്നുണ്ട്. നീ ഈ പറഞ്ഞ എന്ത് തോന്നിവാസം ഇവിടെ കാട്ടിയിട്ടും കാര്യമൊന്നുമില്ല, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണ്, ഈ പറഞ്ഞ രജിസ്ട്രാറും ക്യാമ്പസ് ഡയറക്ടറും സിൻഡിക്കേറ്റ് അംഗങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിലാണ്, അതുകൊണ്ട് നീ ഈ പറഞ്ഞ കൂടുതൽ വളച്ചിലൊന്നും എടുക്കേണ്ട എന്ന രീതിയിലേക്ക് സാൻജോസിനെ ഭീഷണിപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും അല്ല, അതെങ്ങനെയാണ് നിങ്ങൾക്ക് അധികാരമുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ കലാലയങ്ങളിൽ നിങ്ങൾക്ക് അധികാരം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങളാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക? അല്ല, ഞങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യാറില്ല. SFI ഇപ്പൊ കാര്യവട്ടം ക്യാമ്പസ് ഉൾപ്പെടെയുള്ള SFIയുടെ കൃത്യമായ ആധിപത്യമുള്ള പല ക്യാമ്പസുകളിലും അങ്ങനെ ചെയ്യുന്നതെന്ന് ഈ സമീപകാലങ്ങളിലെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് തെളിയിക്കുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ തെളിയിക്കണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട്, നിങ്ങൾ കൂടി സമ്മതിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷം കേൾക്കെ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ടാകുമ്പോൾ ഒരു സർവകലാശാലയുടെ അധികാരപ്പെട്ട ആളുകൾ അതിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ച് അവർ അന്വേഷണത്തിന് ഏർപ്പാടാക്കിയതിനു ശേഷം റിപ്പോർട്ട് വരുമ്പോൾ അതിലെന്ത് നടക്കുന്നു എന്നൊക്കെ നോക്കി, കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കി, കാര്യങ്ങൾ ശരിയായ വഴിക്കാണോ പോകുന്നത്, നിയമപരമായിട്ടാണോ പോകുന്നത് എന്ന് നോക്കാതെ ഞങ്ങളിതൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എങ്ങനെയാണ് നിയമം നടപ്പിലാകുക? നിങ്ങൾ നിയമം അംഗീകരിക്കുന്നവരല്ലേ? അല്ല, ഞങ്ങൾ നിയമം അംഗീകരിക്കുന്നവരും അതിനെ ബഹുമാനിക്കുന്നവരൊക്കെ തന്നെയാണ്. ഇവിടെ ആരാണ് നിയമത്തെ അംഗീകരിക്കാത്ത ആളുകളെന്നും തരം പോലെ നിലപാട് മാറ്റുന്ന ആളുകളൊന്നും വ്യക്തമായിട്ട് അറിയാം. SFI പ്രത്യേകിച്ച് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ കുറിച്ചാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞ വലിയ വൈസ് ചാൻസലർ പോലെ ഒരാളുടെ അന്വേഷണ കമ്മീഷൻ അദ്ദേഹം നിയോഗിച്ച ആളല്ലേ റിപ്പോർട്ട് സമർപ്പിക്കുന്നതൊക്കെ പറഞ്ഞ് വലിയ അഭിമാനം കൊള്ളുന്നുണ്ടല്ലോ. അതേ വിഷയത്തിൽ മറ്റു പല വിഷയത്തിലും അദ്ദേഹം സ്വീകരിച്ച നിലപാടിനോട് ഈ പറഞ്ഞ SFIക്ക് നിങ്ങളുടെയൊക്കെ സമീപനം ാണ് ആ സർവകലാശാലയിൽ ഒരു ക്യാമ്പസിൽ ഒരു സംഘർഷം ഉണ്ടായി എന്ന് നിങ്ങൾ പരാതിപ്പെടുമ്പോ അദ്ദേഹം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്തു. അദ്ദേഹം രജിസ്ട്രാറെ ആ കാര്യം ഏൽപ്പിച്ചു, അന്വേഷിക്കാൻ പറഞ്ഞു. ആ അന്വേഷണ സമിതി അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇനി എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്നാണ് അടുത്ത് നോക്കേണ്ടത്. അല്ല, റിപ്പോർട്ടും അതിൻ്റെ തുടർ നടപടികളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ഇടിമുറി ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ വല്ലാതെ അങ്ങ് പ്രയാസപ്പെട്ട് ന്യായീകരിക്കും. ഇടിമുറി എന്ന സംവിധാനം ഈ പറഞ്ഞ ഞങ്ങൾ അവിടെ ഒരു സെറ്റിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പേരെഴുതി വെച്ച മുറിയൊന്നുമല്ല. ഇതാ ഈ 124 നമ്പർ മുറി ഇടിമുറി എന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നൊന്നല്ല. ആ ക്യാമ്പസിലെ റിസർച്ച് ഹോസ്റ്റലിനെ സംബന്ധിച്ച് ആ 121 നമ്പർ മുറി കേന്ദ്രീകരിച്ചാണ്. അല്ല, പിന്നെ നിങ്ങൾ ഇത് അങ്ങനെ എഴുതി വെച്ച മുറി അല്ലെങ്കിൽ നിങ്ങൾ എന്തിന്റെ പേരിലാണ് അതിനെ ഇടിമുറി എന്ന് വിളിക്കുന്നത്? ഇതിനു മുമ്പ് ആരെയാണ് അവിടെ ഇട്ട് ഇടിച്ചത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഇത്രയും കാണുന്നില്ലല്ലോ. നിങ്ങൾ ഇത്രയും ദിവസമായി അവിടെ ഒരു ഇടിമുറിക്കകത്ത് ആളുകളെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് നിങ്ങളുടെ ഒരു പരാതി ഇതുവരെയും വന്നതായി കാണുന്നില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇടിമുറി എന്നൊരു പേരിട്ട് കൊടുക്കാൻ തോന്നിയത് തന്നെ ഇങ്ങനെ നിത്യേന ഒരു സംഭവം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിലാണല്ലോ അതിനെ ഇടിമുറി എന്ന് വിളിക്കേണ്ടത്. അങ്ങനെ ഒരു പരാതി നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടില്ലല്ലോ.